സ്വർഗത്തിലെ വലിയവൻ ഭൂമിയിലെ മനുഷ്യരോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി സ്വയം ശൂന്യനായി ആ ദൈവം തിരുവോസ്തിരൂപനായി പരിശുദ്ധാൽ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഭയഭക്തി ആദരവോടെ അവിടുത്തെ തിരുമുമ്പിൽ ആയിരിക്കാം. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ സജീവ സാന്നിധ്യത്തിനു മുമ്പിൽ ഞങ്ങൾ അണയുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ അങ്ങാണ് ഞങ്ങളുടെ ഏകരക്ഷകൻ. ഈ ആരാധനയിലൂടെ അങ്ങേ കൂടുതൽ ആഴത്തിലറിയാനും സ്നേഹിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള തിരുവചനത്തിലൂടെ നാം ഇപ്രകാരം വായിക്കുന്നു. ഇസ്രായേലേ, കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കാരണം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നിമിഷമാണിത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിച്ചത്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഓ ദിവ്യകാരുണ്യേശോയെ, അതുകൊണ്ടാണല്ലോ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഭയന്ന് വിറച്ച കാവൽക്കാരൻ്റെ ചോദ്യത്തിന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസും സീലാസും ഉറക്കെ പ്രഖ്യാപിച്ചത്. ആരാധനയുടെ ഈ പുണ്യനിമിഷം ലോകരക്ഷകനായ യേശുവിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, വഴിതെറ്റിപ്പോയ ആളുകളെ പോലെ ഞങ്ങളങ്ങേ വിട്ടുപോയി. സ്വാർത്ഥതയും അഹങ്കാരവും വഴി ഞങ്ങൾ രക്ഷയുടെ പാതയിൽ നിന്നും അകന്നുപോയതിനെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ലോകത്തിന്റെ രക്ഷകനായ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങേ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തിരികെ വിളിക്കണമേ. യേശുവേ, നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അനുതാപിയെ ചേർത്തണയ്ക്കുന്ന ഈശോ നമ്മെ സാന്ത്വനപ്പെടുത്തുന്ന നിമിഷമാണിത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യബലിയിലാണ് നമ്മുടെ വീണ്ടെടുപ്പ് കർമ്മം അനുഷ്ഠിക്കപ്പെടുന്നത്. ആ ദിവ്യബലിയിൽ നാം യേശുവിനെ കണ്ടുമുട്ടുന്നു. അവൻ നമ്മുടെ വഴിയും സത്യവും നമ്മുടെ ജീവിതവുമാണ്. ദിവ്യബലിയിൽ നാം യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നു. നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദം. ദിവ്യബലിയിൽ നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ നാം യേശുവിൻ്റെ മുഖം കാണുന്നു. അവൻ പിതാവിൻ്റെ തേജസ്സാണ്. പിതാവിൻ്റെ തേജസ്സായ യേശു എന്ന നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയാണ്.
സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലതും യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയേണ്ടതിനും തന്നെ.